അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ജിപിയുടെ ജനറൽ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ an ഈസ് ഈക്വൽ ടു ar റേസ് ടു n മൈനസ് 1 ആണല്ലോ. ഇത് എപ്പോഴും പഠിച്ചിരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. The fourth and seventh term of GP are 2/3. എന്റെ സൗണ്ട് ഇച്ചിരി പ്രശ്നമാണ്, അപ്പം ഒത്തിരി സ്ട്രെയിൻ ചെയ്യത്തില്ല. ഓക്കെ, അതായത് നാലാമത്തെ ഏഴാമത്തെ ടൈം തന്നിട്ടുണ്ട്. കോമൺ റേഷ്യോ കണ്ടുപിടിക്കുക, 11ാമത്തെ ടൈമും കണ്ടുപിടിക്കുക. എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? A4 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ar റേസ് ടു 4 മൈനസ് 1 ചെയ്താൽ മതി. ശരിയല്ലേ? അതായത് A4 ചെയ്യാൻ വേണ്ടി ar റേസ് ടു 3 ചെയ്താൽ മതി. ശരിയല്ലേ? അപ്പം A4 എന്ന് പറയുമ്പോഴത്തേക്ക് തന്നിട്ടുണ്ട് ഫോർത്ത് ടൈം 2/3 ആണ്. 2/3 ഈക്വൽ എന്താ? ar റേസ് ടു 3. അതേപോലെ A5 കണ്ടുപിടിക്കാൻ വേണ്ടി A7 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? A7 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ar റേസ് ടു 6 ചെയ്താൽ മതി. ശരിയല്ലേ? A7 തന്നിട്ടുണ്ട് 16/81 ആണ്. 16/81 ആണ്. ഫിസിക്കൽ എന്താ? ar റേസ് ടു 6. ഞാൻ ഇത് ഇക്വേഷൻ 1 ആയിട്ടും ഇത് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കുകയാണ്. രണ്ടും ഡിവൈഡ് ചെയ്യാൻ പോവാണേ. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ചെയ്യാൻ പോവാം. അപ്പൊ എന്ത് വരും? LHS 2/3 ഡിവൈഡ് ബൈ 16/81 എന്ന് വരും. RHS എന്ത് വരും? ar ക്യൂബ് ഡിവൈഡ് ബൈ എന്താണ്? ar റേസ് ടു 6 വരും. ഓക്കെ, അല്ല ഒരു കാര്യം ചെയ്താലോ, ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2 ചെയ്യാതെ ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1 എന്ന് ചെയ്താലോ. അപ്പൊ 6 മുകളിൽ തന്നെ അല്ലെ, റെസിപ്രോക്കൽ എടുത്താൽ അത് ചെയ്തിട്ട് എന്നാലും കുഴപ്പമില്ല. ഇക്വേഷൻ 2 ഡിവൈഡ് ബൈ ഇക്വേഷൻ 1 എത്ര അപ്പൊ വരുന്നത്? 16/81 ഡിവൈഡ് 16/81 whole divided by 2/3 is equal to ar raised to 6 divided by ar raised to 3 ആണല്ലോ. a കട്ട് r raised to 3 r raised to 6 താഴെ 6 3 തൊട്ട് ബാക്കി എന്താ വരുന്നത്? r raised to 3 മാത്രം വരും. ശരിയല്ലേ? അപ്പൊ ബാക്കി എന്താ? ഇവിടെ എന്ത് വരും? ഇവിടെ 16/81 into 3/2 അല്ലേ? 2ഉം ഇതും കട്ട് ചെയ്തു 8, 3യും ഇതും കട്ട് ചെയ്തു 27 അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? r ക്യൂബ് ഈസിക്കൽ r ക്യൂബ് ഇല്ലേ? അതായത് r ക്യൂബ് ഈസിക്കൽ ടു എന്തെന്ന് വരും? 8/27 വരും ആണല്ലോ. r ക്യൂബ് ഇനി ആണല്ലോ കോമൺ റേഷ്യോ. r കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ക്യൂബ് റൂട്ട് ഓഫ് എന്താ? 8/27. അപ്പൊ എത്ര? ക്യൂബ് റൂട്ട് ഓഫ് 8 2 ആണ്, 27 3 ആണ്. 2/3 ആണ് r. ഓക്കെ ആണല്ലോ. ഓക്കെ, ശരി. ഇനി 11ാമത്തെ ടൈം കണ്ടുപിടിക്കണം. ഏതേതാ കാണിക്കാനാണോ? ഇതാണോ?
ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഇനി നമുക്ക് 11th ടേം കണ്ടുപിടിക്കണം. 11th ടേം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? A11 ഈസിക്കൽ ടു എന്താ? AR⁻10. A ഉണ്ടെങ്കിലേ വരത്തുള്ളൂ. R ഉണ്ട്, A ഉണ്ടെങ്കിലേ വരത്തുള്ളൂ. A കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടത്? A7 തന്നിട്ടുണ്ടല്ലോ. A7 ഈസിക്കൽ ടു എത്ര? അല്ല, A3 കണ്ടുപിടിച്ചാൽ മതി. 7 ഒക്കെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. A4 ഏതാ തന്നിരിക്കുന്നത്? A4 തന്നിട്ടില്ലേ? A4 ഈസിക്കൽ ടു AR⁻3. A4 എത്ര തന്നിരിക്കുന്നത്? 2/3. അപ്പൊ 2/3 ഈസിക്കൽ ടു A R. സർ അവിടെ 6 കട്ട് ചെയ്തിട്ട് അവിടെ 2 ആണ് വരേണ്ടത്. 2 ആണ് എവിടെ? AR6/AR ഇവിടെ. അതായത് ഇത് ഇവിടെ AR⁻6 സോറി AR⁻6 AR⁻6 ഇവിടെ AR³ അപ്പൊ മുകളില് ഒരേ ഉണ്ട്, താഴെ രണ്ട് വെട്ടിപ്പോയി. മുകളില് 6 R ഉണ്ട്, താഴെ 3 R ഉണ്ട്. അപ്പൊ 3 R വെച്ച് വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി എന്തേ വരത്തുള്ളൂ? R³ വരത്തുള്ളൂ. ശരിയല്ലേ? ഓക്കെ. ഇനി എന്താ? ഇനി നമുക്ക് R³ ഉണ്ടല്ലോ. എന്താ R എത്ര കിട്ടിയേ? 2/3 ക്യൂബ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2/3 ഈസിക്വൽ ടു A ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 3 ഇൻറ്റു 3. പോരെ? ഓരോ 2 വെട്ടിക്കളയാം. ഈ 2ഉം ഈ 2ഉം പോയി, അതുപോലെ ഈ 3ഉം ഈ 3ഉം പോയി. ബാക്കി ഇപ്പുറത്ത് 1 ഉള്ളൂ. എന്നിട്ട് A കണ്ടുപിടിക്കേണ്ടത്. A കണ്ടുപിടിക്കാൻ വേണ്ടി ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം, ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എത്ര വരും? 3 ഇൻറ്റു 3 മുകളിൽ വരും, 2 ഇൻറ്റു 2 താഴെ വരും. ഈസിക്വൽ ടു A എന്ന് വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ 9/4 ആയിരിക്കും A. അപ്പൊ A 9/4 കിട്ടുവാണെങ്കിൽ ഇനി എന്ത് ചെയ്താൽ മതി? A11 കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പം. എന്താ? AR⁻10 ആണ്. അപ്പം 9/4 ഇൻറ്റു 2/3 ഹോൾ റേസ് ടു 10. അയ്യോ അല്ലേ? ഇനി എന്ത് ചെയ്യണം? 9/4 ഇൻറ്റു 2 റേസ് ടു ഇവിടെ ഒരു സിമ്പിൾ ചില കാര്യങ്ങൾ കാണപ്പണം പഠിച്ചു വെക്കണം കേട്ടോ. 2 റേസ് ടു 2 എത്ര? 4. 2 റേസ് ടു 3 എത്രയാ? 8. 2 റേസ് ടു 4 എത്ര? 16. 2 റേസ് ടു 5 എത്രയാ? 32. വീണ്ടും ഒരു 2 റേസ് ടു 5 വേണം. അപ്പോഴേ 2 റേസ് ടു 10 ആകും. അപ്പൊ 32 ഇൻറ്റു 32 ചെയ്താൽ മതി. പോരെ? അപ്പൊ അത് എഴുതി വെച്ചോണം. അതായത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ എഴുതേണ്ടത് 3 പ്രാവശ്യം 10നെ ഗുണിക്കണം. 3 പ്രാവശ്യം 10നെ ഗുണിക്കുമ്പോൾ 20 എന്നൊക്കെ എഴുതി വെക്കരുത് കേട്ടോ. അതായത് നമുക്ക് വേണമെങ്കിൽ ഇതിനെ എന്താ 2/10 എന്ന് പറയുമ്പോൾ 2/5 ഇൻറ്റു 2/5 എന്നാക്കത്തില്ലയോ? താഴെ ഇവിടെ എന്താ? ഇതിനെ 3/5 ഇൻറ്റു 3/5 എന്നാക്കത്തില്ലയോ? നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയോ, ഇവിടെ 9/4 ഇൻറ്റു 32 ഇൻറ്റു 32. താഴെ 9 9 9 27 27 ഇൻറ്റു 3 243 വരും. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 9 27 81 അല്ല 27 54. ഇരുന്നൂറ്റി 243 ഇൻറ്റു 243 എന്ന് വരും. ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം. 4 32 വരും. അതേപോലെ ഈ 9നെയും 243നെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 243 അല്ലേ? 243 9 18 3 97 63 27 വരും. അപ്പൊ ഇനിയിപ്പം വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം? 8 ഇൻറ്റു 32 ഡിവൈഡഡ് ബൈ 27 ഇൻറ്റു 243 ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ, ഫൈനൽ ആൻസർ 256 ഡിവൈഡഡ് ബൈ 6561 ആയിരിക്കേ. മനസ്സിലാകാനുണ്ടെങ്കിൽ ചോദിക്കണം.
ഓക്കെ, ഇതൊന്ന് നോക്കിയോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇൻസേർട്ട് 3 numbers between 1 and 256 so that the resulting sequence is a GP. എന്താ, 1നും 256നും ഇടയ്ക്ക് 3 സീക്വൻസ് വേണം അല്ലേ? ശരിയല്ലേ? ഓക്കെ, അപ്പൊ നോക്കിയോ, ഇത് എ ആയിട്ട് എടുക്കാം, ഇത് എ ആർ സ്ക്വയർ ആയിട്ട് എടുക്കാം, അല്ല എ ആർ ആയിട്ട് എടുക്കാം, ഇത് എ ആർ സ്ക്വയർ ആയിട്ട് എടുക്കാം, ഇത് എ ആർ സ്ക്വയർ ആയിട്ട് എടുക്കാം, ഇത് എ ആർ ക്യൂബ് ആയിട്ട് എടുക്കാം, അതേപോലെ ഇതെന്താ എ ആർ റേസ്റ്റ് 4 ആയിട്ട് എടുക്കാം. ആണോ? അപ്പൊ നമുക്ക് ഓരോ ടേം കണ്ടുപിടിക്കണം. ടേം കണ്ടുപിടിക്കണമെങ്കിൽ ആർ കണ്ടുപിടിച്ചാലേ പറ്റത്തുള്ളൂ അല്ലേ? എ നമുക്കറിയാം, എന്താ എ ഇവിടെ 1 ആണെന്നറിയാം. ആർ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? എ ആർ റേസ്റ്റ് 4 256. അപ്പം എ ആർ റേസ്റ്റ് 4 ഈസ് ഈക്വൽ ടു 256 എന്ന് എഴുതി. അപ്പൊ അവിടെ നിന്ന് എ 1 ആണ്, 1 ഇൻറ്റു ആർ റേസ്റ്റ് 4 ഈസ് ഈക്വൽ ടു 256 എന്ന് എഴുതി. അവിടുന്ന് ആർ റേസ്റ്റ് 4 ഈസ് ഈക്വൽ ടു 256 എന്ന് എഴുതി. അപ്പൊ ഇനി എന്തായിരിക്കും വരുന്നത്? ആർ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എന്തായിരിക്കും ചെയ്യേണ്ടത്? റൂട്ടാണോ വരുന്നത്, അതോ റൂട്ടാണോ വരുന്നത്? അല്ല, ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു 256 ആണെങ്കിൽ ആർ ഈസ് ഈക്വൽ എന്ന് വരും, സ്ക്വയർ റൂട്ട് ഓഫ് 256 എന്ന് വരും. അപ്പം ഇതെന്ത് വരും? അപ്പം 4th റൂട്ട് എന്നായിരുന്നത് ശരിക്കും അല്ലേ? അതായത് ആർ ഈസ് ഈക്വൽ ടു, കണ്ടോ, അതിനർത്ഥം എന്തുവാ? ഏത് 4 നമ്പറിനെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 256 കിട്ടുന്നത് എന്നുള്ളതാണ് പറയുന്നത്. എന്ത് ചെയ്താൽ മതി? 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4. അപ്പൊ എത്ര? ആൻസർ എന്താ? 4 ആണ് ആൻസർ. ആർ റേസ്റ്റ് 4 256 ആണെങ്കിൽ ആർ എന്ന് പറയുന്നത് 4th റൂട്ട് ഓഫ് 256 ആണ്. അപ്പൊ ആർ എന്ന് പറയുന്നത് 4. കാരണം 4 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 4 ചെയ്യുമ്പോഴാണ് നമുക്ക് 256 വരുന്നത്. ഓക്കെ ആണോ? അപ്പം 6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 4 കിട്ടി. 6 4 കിട്ടുവാണെങ്കിൽ നമുക്കറിയാമല്ലോ, ഒന്നാമത്തെ ടൈം 1, എ ആർ എന്ന് പറയുമ്പോൾ എന്ത് വരും? 1 ഇൻറ്റു 4, അതായത് എ ആർ സ്ക്വയർ എന്ന് വരുമ്പോഴത്തേക്കും 1 ഇൻറ്റു 4 സ്ക്വയർ, എ ആർ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാ? 1 ഇൻറ്റു 4 ക്യൂബ്. അപ്പം അടുത്തത് 256 അല്ലേ? 1 4 16 16 64 256 ഇങ്ങനെ വരും. ശരിക്കും ഓക്കെ. ഇനി
ഒരു സാധനം പഠിപ്പിക്കുകയാണ്. അതായത് ഫൈൻഡ് ദ, ഇതൊരു ഇക്വേഷൻ ആണ്, അത് ക്വസ്റ്റ്യൻ ത്രൂ പഠിപ്പിച്ചു തരാം. ഫൈൻഡ് ദ ഫോർത്ത് ടേം ഫ്രം ദ ലാസ്റ്റ് ടേം of GP 3, 6, 12, 24 etc. up to 3072. അതായത് ലാസ്റ്റ് എന്നുള്ള നാലാമത്തെ ടേം കണ്ടുപിടിക്കണം. ഇത് മറ്റേ ഇക്വേഷൻ അല്ല, ഇതൊരു പുതിയ ഇക്വേഷനാണ്. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ലാസ്റ്റ് എന്നുള്ള നാലാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് അത് വേണം എഴുതിക്കോ. ദ nth term from the last of GP കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ with last term L and common ratio R is എത്രയാണെന്നറിയോ? 1/r raised to n minus അല്ലെ L/r raised to n minus r ആണ്. L/r raised to n minus L/r raised to n minus 1 പഠിക്കണം. കാണാപ്പാടം പഠിക്കേണ്ട. ഇതൊരു ചില്ലിട്ട് വെക്കണം. അപ്പൊ നോക്കിയേ, അപ്പൊ ഇവിടെ എന്താ nth ടേം ഫോർത്ത് ടേം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ n എന്താ 4, ലാസ്റ്റ് ടേം L എന്താ 3072. അപ്പൊ നമുക്ക് എന്താണ് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാനുള്ള. therefore നമ്മുടെ ലാസ്റ്റ് ഫോർത്ത് ടേം ഫ്രം ദ ലാസ്റ്റ് ടേം എത്രയാ? 3072 ഡിവൈഡഡ് ബൈ എന്താ r കോമൺ റേഷ്യോ തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കോമൺ റേഷ്യോ തന്നിട്ടുണ്ട്, 2 തന്നിട്ടുണ്ട്. 2 തന്നിട്ടില്ലല്ലോ. 3 into 2 6 into 2 ആണല്ലോ. ഓക്കെ, അപ്പം കോമൺ റേഷ്യോ 2 എന്നുള്ള കാര്യം എടുത്ത് എഴുതിക്കോണം. എത്ര? 2 raised to 4 minus 1. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 3072 ഡിവൈഡ് ബൈ 2 ക്യൂബ്, അതായത് 3072 ഡിവൈഡ് ബൈ 8 കിട്ടുമ്പോൾ നമുക്ക് 384 കിട്ടും. ഡൗട്ട് ഉണ്ടോ ചോദിക്കണേ. മനസ്സിലായോ? സന, ദേവനാരായൺ, നിരഞ്ജൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഞാന് ഒരു ഇത് അങ്ങോട്ട് ഇടാം. ഇതിനകത്ത് ഞാൻ ചെയ്യിപ്പിക്കാത്ത ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ചെയ്യണം. ഞാൻ എല്ലാ മോഡലിലെയും ഓരോ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കണം, അല്ല നമുക്ക് ടോപ്പിക്ക് തീരാൻ പറ്റത്തില്ല. ബാക്കി ഹോംവർക്ക് ചെയ്ത് അയച്ചു തരണം. അറിയാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരാം. ഇത് പഠിപ്പിച്ചാൽ പഠിപ്പിച്ചോ. ഇല്ല, 9.7 ഇല്ല, വേർഡ് പ്രോബ്ലം ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് തീർക്കാം, പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കാം. നോക്കിക്കോളൂ. അപ്പം അടുത്തത് ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Determine the eighth term of the GP തന്നെയാണ് √2, 1/√2, 1/2√2 etc. ഇതിന്റെ 8th term കണ്ടുപിടിക്കുക.
ആദ്യം കോമൺ റേഷ്യോ കണ്ടുപിടിക്കുക, പിന്നെ മറ്റേ അതിനകത്ത് ഇട്ട് കൊടുത്താൽ ഓക്കെ. ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് കോമൺ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, സെക്കൻഡ് ടേം ഡിവൈഡഡ് ബൈ എന്താ ഫസ്റ്റ് ടേം. ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വരുന്നത് 2/1 അല്ലെ. അപ്പൊ എന്താ വരുന്നത് 1/√2 ഇൻറ്റു 1/√2 എന്ന് വരും അല്ലേ. അപ്പൊ എത്ര വരും 1/2 വരും. ഇനി എ നമുക്ക് റൂട്ട് കിട്ടി. ഇനി എന്താ 8th ടേമാ. 8 എന്ന് പറഞ്ഞാൽ എന്താ AR⁻n അല്ല സോറി AR⁻7 അല്ലേ, ശരിയല്ലേ. അപ്പൊ നമുക്ക് എ എത്ര കിട്ടി, എ എത്ര √2 അല്ലേ, √2 എ എന്ന് പറയുന്നത് √2 ഇൻറ്റു 1/2 ദ ഹോൾ റേസ്റ്റ് 7 ആണല്ലോ. ഞാൻ പറഞ്ഞിരുന്നു √2 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 ഇൻറ്റു 1 1 തന്നെ. 2⁸ എന്ന് പറയുമ്പോൾ എത്ര 2⁵ 32 ആണ്. 2�6 = 64 ആണ്. അപ്പൊ 2�7 128 ആയിരിക്കും. 128. അപ്പം വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എന്താ √2 എന്താ ഈസിക്വൽ ടു എന്താ √2 ഡിവൈഡ് ബൈ 128. വേണമെങ്കിൽ റൂട്ടിനെ മാറ്റി എഴുതാം, എങ്ങനെ ഇൻറ്റു √2 ഡിവൈഡ് ബൈ √2 മാത്രം, എന്നിട്ട് 2/20. അപ്പോൾ വേണ്ട ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി ഇതിന്റെ റൂട്ടിന്റെ ടേംസിലോട്ടാ. ഇത് നോക്കിയേ, ഇവിടെ നോക്കിയോ, ഇത് ഇങ്ങനെയല്ല എഴുതേണ്ടത്. കാരണം 8th ടേം ഇവിടെ കണ്ടോ 1/√2 1/2√2 1/3√2 അങ്ങനെയാ പോകുന്നത്. അപ്പം നോക്കിയേ ഇതിനെ എങ്ങനെ ആക്കണമെന്ന് അറിയാമോ, ഇതിനെ √2 ഡിവൈഡഡ് ബൈ ഇങ്ങനെയാ ചെയ്യേണ്ടതേ. ഇങ്ങനെ ചെയ്താലും മാർക്ക് കിട്ടും, പക്ഷെ കറക്റ്റ് ആയിട്ടുള്ളത് √2 ഡിവൈഡ് ബൈ 128 ഇൻറ്റു മുകളിലും √2 താഴെ √2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എത്ര √2 ഇൻറ്റു √2 2 ഡിവൈഡ് ബൈ 128 √2 എന്ന് വരും. ഇത് രണ്ടും കട്ട് ചെയ്യുമ്പോൾ 64 വരും. അപ്പൊ എത്ര 1/64 √2. ഇതായിരിക്കും അതിന്റെ ആൻസർ. കണ്ടോ ഓരോ ടൈമും അങ്ങനെയല്ലേ കിടക്കുന്നത്, 1 ആ രീതിയിലാണ് കിടക്കുന്നത്. അങ്ങനെ എഴുതുക. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം, നോക്കിക്കോളൂ. For what value of p three numbers -2/7, p, -7/2 forms G.
എന്താ ചെയ്യണ്ടേ നോക്കിയോ. പി ഏത് വന്നാലാ ഇത് ജിയോമെട്രിക് പ്രോഗ്രഷനിലാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാ ചെയ്യാൻ പറ്റുന്നേ? ഇവിടുത്തെ കോമൺ റേഷ്യോ കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? കോമൺ റേഷ്യോ കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? അതായത് ആർ ഈസിക്കൽ ഇവിടത്തെ എന്താ സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ എന്താ -2 ഡിവൈഡ് ബൈ എന്താ 7. ഇത് വെച്ചിട്ട് ആർ കണ്ടുപിടിക്കുകയാണെങ്കിലോ -7/2 ഡിവൈഡ് ബൈ എത്രയാ പി ആണല്ലോ. ഈ ആറും എന്താ സെയിം ആയിരിക്കണം. അതായത് ഇത് ഡിവൈഡ് ബൈ ഇത് ചെയ്താലും ഇത് ഡിവൈഡ് ബൈ ഇത് ചെയ്താലും കിട്ടുന്ന എന്താ സെയിം. അപ്പൊ ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യാം. അതായത് പി ഡിവൈഡഡ് ബൈ പി ഹോൾ ഡിവൈഡഡ് ബൈ -2/7 ഈസിക്കൽ ടു എന്താണ് -7/2 ഡിവൈഡ് ബൈ എന്താ പി. ശരിയല്ലേ? നമ്മൾ പറഞ്ഞു ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യേണ്ടത്? ഇത് p/1 ഡിവൈഡഡ് ബൈ -2/7 എന്നാവും. ഇതോ -7/2 ഡിവൈഡ് ബൈ p/1 എന്നാവും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് p/1 ഇൻറ്റു എന്താണ് 7/-2 എന്നാവും. ഇവിടെ -7/2 ഇൻറ്റു 1/p എന്നാവും. ആണോ? ആണ്. അപ്പൊ നോക്കിയേ, ഈ -2 ഈ -2 വെട്ടി, ഈ 2 വെട്ടി, ഈ 7 വെട്ടി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇനിയിപ്പം ഈ മൈനസ് ഒന്ന് പോയി അല്ലേ? ബാക്കി എന്തേ ഉള്ളൂ? ഇവിടെ ഒരു പി ഇവിടെ ഒരു പി. ഈ പീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പൊ പി ഇൻറ്റു പി ഈസിക്കൽ ടു ഇപ്പുറത്ത് 1 ഉള്ളൂ. p² ഈസിക്കൽ ടു 1. അപ്പൊ പി എത്രയാ? √1. അതായത് പി ഈസിക്കൽ ടു +or -1 ആയിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, ഞാന് മറ്റേ എ പിയുടെ ഇൻസർഷനും പഠിപ്പിച്ചില്ല, ജി പിയുടെ ഇൻസർഷനും ഇപ്പൊ പഠിപ്പിക്കുന്നില്ല. അത് രണ്ടും ഒരുമിച്ച് ഞാൻ പഠിപ്പിക്കാം. ഇത്തിരി കൺസെപ്റ്റ് വ്യത്യാസമുണ്ട്. അത് അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഇത് പഠിച്ചാൽ മതി. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും കണ്ട ഇതൊക്കെ ഒന്നും വേണ്ട, ആവശ്യമില്ല. അപ്പൊ നമുക്ക് അത് രണ്ടും ഒരു അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ സമ്മൂടെ പഠിപ്പിച്ചിട്ട് നിർത്തുക. സമ്മൂടെ ഉള്ളൂ ഈ ചാപ്റ്റർ അത് പഠിക്കാനായിട്ട്. ബാക്കി ഹോംവർക്ക് ആണ് ഞാൻ ഇട്ട് തരാം. ബാക്കി ഇതിനകത്ത് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ എനിക്ക് ഒരു ജി പിയുടെ സീക്വൻസ് എന്താ? ജി പിയുടെ സീക്വൻസ് എ, അടുത്ത എന്താ എ ആർ, അടുത്ത എന്താ എ ആർ സ്ക്വയർ, അടുത്ത എന്താ എ ആർ ക്യൂബ്, എക്സെട്ര അപ് ടു എ ആർ റേസ് ടു എൻ ആണല്ലോ. ഇങ്ങനെയല്ലേ വരിക? ആണല്ലോ. എ റേസ് ടു എൻ അല്ല, എ റേസ് ടു n-1 എന്ന് വരും. ശരിയല്ലേ? കാരണം എന്താ? ഇത് നാലാമത്തെ ടേം. അപ്പൊ എ ആർ ക്യൂബ് ആവുന്നത്. അപ്പൊ ഇത് എന്ത് ടേം ആയതുകൊണ്ട് എ റേസ് ടു n-1 വരും. ഓക്കെ ആണല്ലോ. ഇതിനെ സം ചെയ്യുക പറയുന്ന അർത്ഥം എന്തുവാ? എസ് എൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്തുവാ? എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എ ആർ ക്യൂബ് പ്ലസ് എക്സെട്ര അപ് ടു എന്താ എ ആർ റേസ് ടു n-1. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് ഫൈനലി ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷൻ എങ്ങനെയാണെന്ന് അറിയാമോ? ഇത് കാണാതെ പഠിച്ചാൽ മതി. എസ് എൻ ഈസിക്വൽ ടു എന്താണ്? എസ് എൻ ഈസിക്വൽ ടു എ ഇൻറ്റു ആർ റേസ് ടു n-1 ഡിവൈഡ് ബൈ എന്താണ് ആർ റേസ് ടു r-1. ഇത് ചെയ്താൽ ഇത് പഠിച്ചാൽ
അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. നോക്കിക്കോളൂ. ഫൈൻഡ് ദ സം ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് n terms and the sum of first 5 terms of GP 1, 2/3, 4/9, etc. അപ്പം നമുക്കറിയാം സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം ഇവിടുത്തെ എ എഴുതാം. A1 ആണ്. R എത്ര? 2/3 ഡിവൈഡ് ബൈ 1, അതായത് 2/3 തന്നെ ആണല്ലോ. ഇനി നമുക്ക് Sn കണ്ടുപിടിക്കാം. Sn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? A into r raised to n minus 1 divided by r minus 1. അപ്പൊ n കണ്ടുപിടിക്കാൻ n ടേംസിന്റെ സമം ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം? n ടേംസിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും n ന് വാല്യൂ കൊടുക്കാതെ ബാക്കിയുള്ള എല്ലാത്തിനും വാല്യൂ കൊടുക്കുക. അപ്പൊ നോക്കിയോ, A1 into r എന്ന് പറയുമ്പോൾ 2/3 raised to n minus 1 divided by 2/3 minus 1 ആണല്ലോ. ഓൾറെഡി 1 ആയതുകൊണ്ട് തന്നെ മുകളിൽ 2 raised to n divided by 3 raised to n minus എന്താണ് 1 whole divided by താഴെ LCM എടുക്കുക 2 minus 1 divided by 3 ആണല്ലോ. മുകളില് നമുക്ക് ഇത് ഇവിടെ LCM എടുക്കുമ്പോൾ 2 raised to n minus 2 raised to n minus 3 raised to n divided by 3 raised to n whole divided by 2 minus 3 എന്ന് പറയുമ്പോൾ minus 1 divided by 3. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പില് 2 raised to n minus 3 raised to n എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? minus 1 raised to n ആണല്ലോ. ഡിവൈഡഡ് ബൈ എന്താ? ഡിവൈഡ് ബൈ എന്താ? അതിനകത്ത് വേറൊരു കാര്യം കൂടെ നോക്കണം കേട്ടോ. ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ആ ക്വസ്റ്റ്യൻ അവിടെ നമ്മൾ എഴുതിയെടുത്തില്ലേ നേരത്തെ, അവിടെ ഒരു കാര്യം കൂടെ എഴുതുക. Sn is equal to a raised to r a into r raised to n minus 1 r minus 1. കണ്ടീഷൻ ഉണ്ട്. if r greater than 1 ആണെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ ഉപയോഗിക്കൂ. ഇനി Sn is equal to a into 1 minus r raised to n divided by 1 minus r. എപ്പോഴാണെന്നറിയാമോ? if r less than 1. ഈ കണ്ടീഷൻ നോക്കി ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഇപ്പൊ ഏതാ കണ്ടീഷൻ? r എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് കിട്ടിയിരിക്കുന്നത്? 2/3 ആണ്. അപ്പൊ ലെസ് ദാൻ 1. അപ്പൊ ലെസ് ദാൻ 1ന്റെ കണ്ടീഷൻ എന്താ? സമ്മിന്റെ ഇക്വേഷൻ എന്താ? Sn ഈക്വൽ എന്താ? a into 1 minus r raised to n divided by എന്താ? 1 minus r ആണ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. 1 into 1 minus 2/3 the whole raised to n whole divided by 1 minus 2/3. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 minus 2 raised to n divided by 3 raised to n whole divided by 1 minus 2/3. മോൾ LCM എടുക്കുക. അങ്ങനെയാണെങ്കിൽ 3 raised to n minus 2 raised to n divided by 3 raised to n whole divided by 3 minus 2 divided by 3. അപ്പം മോളിൽ നമുക്ക് എന്ത് വരും? അതായത് 1 raised to n divided by 3 raised to n whole divided by എന്താ? 1/3 എന്ന് വരും ആണല്ലോ. കോമൺ ഒക്കെ എടുക്കാൻ ഇവിടെ 1 minus 2/3 the whole raised to n തന്നെ ഇട്ടിട്ട്
താഴെ LCM എടുക്കാം. 3 minus 2 divided by 3. അപ്പൊ എത്ര വരും? മോൾ 1 minus 2 raised to n divided by 3 2 by 3 whole raised to n divided by എന്താ 1 by 3. ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? 1 minus 2 by 3 the whole raised to n into എന്താണ് 3 by 1 എന്ന് വരും. അതിനെ നമ്മൾ 3 into 1 minus 2 by 3 the whole raised to n. ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. എന്നിന്റെ വാല്യൂ കിട്ടാതെ കേട്ടോ. LCM എടുക്കാൻ പറ്റത്തില്ല. നേരത്തെ നമ്മൾ ചെയ്ത തെറ്റാ. കാരണം എന്നിന്റെ വാല്യൂ കിട്ടാതെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 3 raised to n minus 2 raised to n 1 raised to n എന്ന് എഴുതാൻ പറ്റത്തില്ല. നോക്കിയേ 3 cube minus 2 cube 1 എന്ന് എഴുതാൻ പറ്റുമോ? 1 cube എന്ന് എഴുതാൻ പറ്റുമോ? മനസ്സിലായി? അതാണ് ലോജിക്ക്. മണ്ടയ്ക്ക് LCM എടുത്ത് വെക്കരുതേ. ഇതാണ് അതിന്റെ ആൻസറേ n ടേംസിന്റെ. ഇനി എന്താ 5th ടേമിന്റെ സം കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനകത്ത് എന്നിന് വരെ എടുത്ത് കൊടുത്താൽ മതി. ഇത് SNന്റെ ഇക്വേഷൻ അല്ലേ? അപ്പൊ എന്താ മതി? S5 ഈസിക്കലും എന്താ 3 into പിന്നെ ചെയ്യാൻ പോണ്ട, ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. minus 2 by 3 the whole raised to 5. ഇനി ഇവിടെ LCM എടുക്കാം. S5 ഈസിക്കൽ ടു 3 into 1 minus 2 raised to 5 എന്ന് പറയുമ്പോൾ 32. 3 raised to 5 എന്ന് പറയുമ്പോൾ 3 raised to 4 എന്ന് പറയുമ്പോൾ 81 243. അപ്പൊ മോൾ S5 ഈസിക്കൽ ടു 3 into 243 minus 32 divided by 243. അപ്പോൾ നമുക്ക് ഇത് രണ്ടും വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. 3 വെച്ച് നോക്കുമ്പോഴത്തേക്ക് 81 ആണ് അല്ലേ? പിന്നെ എന്ത് ചെയ്താൽ മതി? 243 ന്ന് 30 പോയാൽ 33 23 13 രണ്ടുകൂടെ പോയി 211 കറക്റ്റ്. 211 ഡിവൈഡ് ബൈ 81. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. സമ്മിന് 2 ഇക്വേഷൻ ഉണ്ട്. r ഗ്രേറ്റർ ദാൻ 1 ഉം r ലെസ് ദാൻ 1 ഉം എന്നുള്ളൊരു കണ്ടീഷനിൽ ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ആണോ? ദേവനാരായൺ, സന, നിരഞ്ജൻ. Yes, sir. No problem. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു. How many terms of the GP 3 by 2 3 by 4 are needed to give the sum 3069 by 5112. ഒന്ന് ചിന്തിച്ചേ, ഒന്ന് ഐഡിയ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം.
നമ്മൾ വർക്ക് എനർജി രണ്ട് പാർട്ടിൽ പഠിച്ചു. കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല ഇല്ലയോ? നമുക്ക് എ അറിയാം എന്താ 3 ആണ്. ആർ എന്താ 3/2 ഡിവൈഡ് ബൈ 3 അപ്പൊ എത്രയാ? 3/2 ഇൻറ്റു 3 അപ്പൊ എത്രയാ? 3/6 അപ്പൊ എത്രയാ? 1/3 സോറി 1/2. അങ്ങനെയാണെങ്കിൽ 1/2 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1 അല്ലെ? അങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഏതാ ഉപയോഗിക്കേണ്ടത്? എസ് എൻ ഇക്വേഷൻ ഏതായിരിക്കും? എ ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n ഡിവൈഡ് ബൈ 1 മൈനസ് ആർ ആണല്ലോ. നമുക്ക് എസ് എൻ എത്ര തന്നിട്ടുണ്ട്? എന്ത് ടേം തന്നിട്ടുണ്ട്? എത്രയാ? സമ്മ്, അതായത് സമ്മ് തന്നിട്ടുണ്ട്, അതായത് എസ് എൻ തന്നിട്ടുണ്ട്. എത്ര? 3069 ഡിവൈഡ് ബൈ എത്രയാ? 512 ആണ്. 512 ഈസിക്കലും എത്രയാ? എ തന്നിട്ടുണ്ട് എത്രയാ? 3 3 ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡ് ബൈ 1 മൈനസ് ആർ റേസ് ടു ആറ് തന്നിട്ടുണ്ടല്ലോ. എത്രയാ? ആറ് എത്രയാ? 1/2. അപ്പൊ 1/2 റേസ് ടു n ഡിവൈഡ് ബൈ എന്താണ്? 1 മൈനസ് 1/2 ആണല്ലോ. ഇനി നമ്മൾ ചെയ്യാൻ 3000 താഴെ ഇവിടെ എൽസിഎം എടുക്കാം. 3069 ഡിവൈഡ് ബൈ 512 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 മൈനസ് 1/2 റേസ് ടു n ഡിവൈഡ് ബൈ 2 മൈനസ് 1/2 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വീണ്ടും 3069 ഡിവൈഡ് ബൈ 512 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 മൈനസ് 1/2 ദ ഹോൾ റേസ് ടു n ഡിവൈഡ് ബൈ എന്താണ്? 1/2 എന്ന് വരും ഇല്ലേ? ഈ നേരെ മുകളിൽ കയറും. അപ്പൊ 3069 ഡിവൈഡ് ബൈ 512 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു എന്താണ്? 1 മൈനസ് 1/2 ദ ഹോൾ റേസ് ടു n എന്ന് വരും. ആണോ? ആണ്. അപ്പൊ അടുത്തത് ഇത് 6 ആണ്. ഈ 6 താഴോട്ട് വരും. അപ്പൊ 3069 ഡിവൈഡ് ബൈ 512 ഇൻറ്റു 6 ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/2 ദ ഹോൾ റേസ് ടു n എന്ന് വരും. ആണോ? ആണ്. ഇനി നോക്കിക്കോളൂ, ഇതിനെ നമുക്ക് ഇതിലോട്ട് മാറ്റണം. അതായത് 1നെയും കൂടെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. 1നെ ഇങ്ങോട്ട്, അല്ലെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഈ മൈനസ് 1/2 ദി ഹോൾ റേസ് ടു n ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? 1/2 ദ ഹോൾ റേസ് ടു n ഈസ് ഈക്വൽ ടു ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ 1 മൈനസ് 3069 ഡിവൈഡ് ബൈ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 6 12 ഇഷ്ടം 1 6 7 5 30 3072 ആണ്. 12 ഇഷ്ടം 1 7 3072 3072 കിട്ടും. അപ്പുറത്തെ എൽസിഎം എടുക്കുക. 1/2 ദി ഹോൾ റേസ് ടു n ഈസ് ഈക്വൽ ടു 3072 മൈനസ് 3069 ഡിവൈഡ് ബൈ 3072. ഓക്കെ, നമുക്ക് 1/2 ദ ഹോൾ റേസ് ടു n ഈസ് ഈക്വൽ ടു 3072 മൈനസ് 3069 എത്രയാണ്? 72 ന്ന് 69 പോയി കഴിഞ്ഞാൽ എത്ര കിട്ടും? 3 അല്ലേ? 3/3072 കിട്ടും. 3നെയും 3072നെയും വെട്ടാൻ പറ്റണം. 3072 അല്ലെങ്കിൽ ഇത് തെറ്റാം.
അപ്പം 3 വെച്ച് വെട്ടാൻ നോക്കുമ്പോഴത്തേക്കും കിട്ടും എത്രയാ 10. അതേപോലെ തന്നെ 26 12 1024 ആണോ? ആണോ? 1024 ആണ് കിട്ടുന്നത്. 1000 1024. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടി എത്രയാ 1/2 ദ ഹോൾ റേസ് ടു n ഈസ് ഈക്വൽ ടു 1 എത്ര 1024. ഈ 1024 2ന്റെ എത്ര വാല്യൂ ആണെന്ന് കണ്ടുപിടിക്കണം. 1024 2ന്റെ എത്ര പവർ, അല്ലെ 2നെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 1024 കിട്ടുന്നത് നോക്കണം. എത്ര കിട്ടുന്നത്? 2നെ 5 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 32, 6 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 64, 7 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 128, 8 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 512, 9 പ്രാവശ്യം ഗുണിക്കുമ്പോൾ 1024 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം നോക്കിക്കോണേ, ശ്രദ്ധിച്ചോണം. അപ്പൊ ഇതിനെ നമുക്ക് അപ്പൊ നോക്കിക്കോ, ഇതിനെ ഞാൻ 1/2 1/2 ഈസ് ഈക്വൽ ടു, ഇതിനെ ഞാൻ 1/2 റേസ് ടു n ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ 1/2 ദ ഹോൾ റേസ് ടു 9 എന്നാണ്. അപ്പൊ നോക്കി, ഇവിടെ 1/2 ഇവിടെ 1/2, പവർ എന്താ ഇവിടെ n ഇവിടെ 9, അപ്പൊ n ഈക്വൽ എന്തായിരിക്കണം 9. ഉണ്ടോ? ഇത്ര കാൽക്കുലേഷൻ ആണ് നോക്കി. ഈ ചാപ്റ്ററിനകത്ത് ഭയങ്കര പാടാണ്. ആർക്കെങ്കിലും മനസ്സിലാവുണ്ടെങ്കിൽ ചോദിക്കണേ. ബാക്കി സമ്മിന്റെയും കൂടെ ഞാൻ കുറച്ച് ഇത് തരാം. നമുക്ക് ഒരു ക്ലാസ്സും കൂടെ എടുക്കാം ഇത്, കാരണം മറ്റേ അത് പഠിപ്പിക്കണമല്ലോ. അപ്പൊ ആ ഒരു ക്ലാസ് കൂടെ എടുത്തിട്ട് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ഞാൻ സമ്മിന്റെയും കൂടെ കുറച്ച്